നാലാം ക്ലാസ്സുകാരിയായ ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വന്ന 5 കുഞ്ഞു മനുഷ്യര്. ശേഷം അവളുടെ ജീവിതം നല്ലതായോ ചീത്തയായി പോയോ എന്നുള്ള രസകരമായിട്ടുള്ള ഒരു കഥ. ആദ്യം തന്നെ ലൂസി എന്ന ഈ പെൺകുട്ടിയെ നമ്മൾ കാണുവാണ്. അവള് ക്ലാസ്സിൽ വളരെ സ്മാർട്ടായിരുന്നു. അവളുടെ ട്വിൻ ബ്രദർ ആയിട്ടുള്ള പിപ്പിലു ആണെങ്കിൽ അവളുടെ സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവൾ എത്രയ്ക്ക് നല്ലതാണോ അത്രയ്ക്ക് വികൃതിയാണ് നമ്മുടെ പിപ്പിലു. ഇവരുടെ സ്കൂളിൽ ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. ആചാരങ്ങൾ എന്ന് പറയുവാണെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ അവർ ഫ്രണ്ടിൽ കൊണ്ടുവന്നിരുത്തും. അവർക്ക് എന്ത് പരിപാടിയിലും പങ്കെടുക്കാം. അങ്ങനെ ഫുള്ള് അവർക്ക് കൺസിഡറേഷൻ ആണ്. നമ്മുടെ ലൂസി നന്നായി പഠിക്കുന്നത് കൊണ്ട് അവൾ ഫ്രണ്ട് ബെഞ്ചിലാണ്. അവളോട് അസൂയുള്ള മറ്റൊരു പഠിക്കുന്ന കുട്ടിയായിരുന്നു ഗ്വാണ്ടു. വീട്ടിലെത്തിയാലും കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ലൂസിക്ക് അച്ഛനും അമ്മയും പ്രത്യേക പരിഗണന കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിപ്പിലു ആണെങ്കിൽ ഒട്ടും പഠിക്കാത്തത് കൊണ്ടും വികൃതി ആയതുകൊണ്ടും അമ്മയും അച്ഛനും ഇവളെ എത്രത്തോളം സ്നേഹിച്ച് വാത്സല്യം കൊടുക്കുന്നു അതിനനുസരിച്ച് അവനോട് ചൂടായിട്ട് പഠിക്കാത്തതിന്റെ പേരിൽ വഴക്ക് പറയും. ഇന്ന് ഇവരുടെ അച്ഛൻ സ്പെഷ്യലായിട്ട് ഒരു ക്യാൻഡ് ഫുഡ് ഇവർക്ക് കൊണ്ടുവന്നു കൊടുത്തു. എന്നാൽ അമ്മയാണെങ്കിൽ പിപ്പിലുവിന് അത് കൊടുക്കാതെ പഠിക്കുന്ന എന്റെ കൊച്ചിനുള്ളതാ ഇതെന്ന് പറഞ്ഞ് ലൂസിക്ക് ആ ക്യാൻഡ് ഫുഡ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ കൊടുക്കുകയാണ്. റൂമിലെത്തിയ അവള് അത് പൊട്ടിച്ചു നോക്കിയപ്പോൾ അതിനുള്ളിൽ നിന്ന് ആദ്യം ഒരു വെളിച്ചം വന്നു. പിന്നെ ഇതേ 5 കൊച്ചു മനുഷ്യര്. അവളുടെ വിരലിന്റെ അത്ര വലുപ്പം പോലും കാണില്ല. അവരെ കണ്ട ആദ്യം ലൂസി ഒന്ന് അമ്പരന്നു. പിന്നെ അവൾക്ക് അവരെ ഇഷ്ടപ്പെട്ടു. അവള് അവരോട് തന്റെ പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അവരോട് സൗഹൃദം സ്ഥാപിച്ചു. ശേഷം ലൂസി ഇവരെ കൊണ്ടുപോയിട്ട് അമ്മയെ കാണിച്ചു കൊടുത്താലോ എന്ന് വിചാരിക്കുവാണ്. പക്ഷേ അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം വീട്ടില് പിപ്പിലു വെങ്ങാൻ പെറ്റിനെ വാങ്ങിക്കൊണ്ടു വന്ന് വളർത്താൻ എടുത്താൽ അപ്പൊ അമ്മ ആ പെറ്റിനെ വാങ്ങി ദൂരേക്കെറിയും. അത്തരത്തിൽ അമ്മ എങ്ങാൻ ഈ കുഞ്ഞു മനുഷ്യരെ എറിഞ്ഞു കളഞ്ഞാലോ ആ പേടിയില്ല ലൂസി അത് ആരോടും പറഞ്ഞില്ല. എന്നിട്ട് ആ കുട്ടി മനുഷ്യർക്കായിട്ടുള്ള വസ്ത്രങ്ങളെല്ലാം തുന്നിക്കൊടുത്തു. ശേഷം അവരുടെ സ്വഭാവത്തിനനുസരിച്ച് പേരിട്ടു. പടം വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടി മനുഷ്യയുടെ പേരായിരുന്നു ആർട്ടിസ്റ്റ്. ശേഷം ബിസിനസ്സിലെ താല്പര്യമുള്ളവന് ക്യാപ്റ്റൻ എന്ന പേര്, പഠിക്കാൻ താല്പര്യമുള്ളവന് ഡോക്ടർ എന്ന പേര്, പിന്നെ സോൾജർ ആവാൻ താല്പര്യമുള്ളവന് ലെഫ്റ്റനന്റ് എന്നും പാടാൻ താല്പര്യമുള്ളവൾക്ക് സിംഗർ എന്ന പേരും നമ്മുടെ ലൂസി വെക്കുകയാണ്. അവർക്ക് ഉറങ്ങാനായിട്ട് മനോഹരമായിട്ടുള്ള ഒരു വീടും അവൾ ഉണ്ടാക്കി കൊടുത്തു. അന്ന് രാത്രി ഡോക്ടർ ലൂസിയോട് ഞാനും നാളെ നിന്റെ കൂടെ സ്കൂളിലോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവൾ സമ്മതമെന്ന് പറയുകയാണ്. പിറ്റേന്ന് നമ്മുടെ ലൂസി ഡോക്ടറിനെ തലയിൽ വച്ചാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയപ്പോൾ ഗോണ്ടു ലൂസിയുടെ അടുത്ത് വന്ന് നിന്റെ പിപ്പിലു എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവൻ ചിലപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് പറയുന്നു. ഗോണ്ടു ഉടനെ തന്നെ ടീച്ചറോട് ഇക്കാര്യം പറയുകയാണ്. നമ്മുടെ ക്ലാസ്സിലും ഉണ്ടാവുമല്ലോ ഇങ്ങനൊരാള്, ടീച്ചറുടെ അടുത്ത് പോയിട്ട് നമ്മളെ പാര വെക്കുന്ന ആള്. ലൂസി അന്നേരം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ പിപ്പിലുവിന്റെ കൂട്ടുകാരൻ നീ എന്തിനാ അവനെ ഒറ്റക്കൊടുത്തേന്ന് ചോദിച്ച് അവളുടെ കയ്യിൽ കയറി പിടിച്ചപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഈ ഒരു പയ്യന്റെ പാന്റിന്റെ കയറങ്ങ് വലിച്ചൂരി. അവൻ കുട്ടികളുടെ മുന്നിൽ വെച്ച് നാണങ്ങിട്ട് നാറി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അന്നാണെങ്കിൽ നമ്മുടെ പിപ്പിലു രഹസ്യമായി വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടനുമായിട്ട് വീട്ടിലേക്ക് വന്നു. എന്നാ ഈ പട്ടിക്കുട്ടൻ ഓടി വരുന്നത് ലൂസിയുടെ റൂമിലുള്ള ആ കുഞ്ഞു മനുഷ്യരുടെ വീട്ടിലേക്കായിരുന്നു. ആ വീട് അവൻ കടിച്ചു കീറാൻ നോക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റനന്റ് കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് പട്ടിക്കുട്ടനെ ഒറ്റ കുത്ത്. ഇത് നമ്മുടെ പിപ്പിലു കണ്ടു. അതിന്റെ ശരീരത്തിൽ നിന്ന് ചോര വരുന്നല്ലോ എന്ന് പറഞ്ഞ് പിപ്പിലു മരുന്നെടുക്കാൻ നോക്കുമ്പോഴാണ് അമ്മ വീട്ടിലോട്ട് വന്ന് കയറുന്നത്. അമ്മ കണ്ട ഈ പട്ടിക്കുട്ടനെ ദൂരേക്ക് എടുത്തെറിയും. അതുകൊണ്ട് പട്ടിക്കുട്ടനെ എവിടെയെങ്കിലും ഒളിപ്പിക്കാനായി പിപ്പിലു തീരുമാനിച്ചു. ഇതൊക്കെ ഈ കുട്ടി മനുഷ്യര് കാണുന്നുണ്ടായിരുന്നു. ലെഫ്റ്റനന്റ് ആ പട്ടിക്കുട്ടനെ രക്ഷിക്കാനായി അവന്റെ പുറത്തിരുന്ന് പുറത്തേക്ക് പോയി. അന്ന് തിരിച്ചു വന്ന ലൂസി ഇവരുടെ അടുത്ത് നിന്ന് ഇന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ലെഫ്റ്റനന്റിനെ തിരയാനായി പോകുമ്പോൾ പട്ടിക്കുട്ടനെ തിരയാനായി പിപ്പിലുവും വരുന്നു. അവിടെ നിന്ന് ലൂസി പിപ്പിലുവിന് ഈ കുഞ്ഞു മനുഷ്യരെ പരിചയപ്പെടുത്തി കൊടുത്തു. പട്ടിക്കുട്ടനെ കണ്ടുപിടിച്ചു കൊടുത്ത പിപ്പിലു അതിനടുത്ത് തന്നെ ഈ ലെഫ്റ്റനന്റും ഉണ്ടെന്ന് കണ്ടെത്തുകയാണ്. ശേഷം ലൂസി പിപ്പിലുവിനോട് പറഞ്ഞു ഈ പട്ടിക്കുട്ടനെ നിനക്ക് വളർത്തണമെങ്കിൽ അടുത്ത പരീക്ഷയിൽ 90% മുകളിൽ മാർക്ക് ലഭിക്കണമെന്ന്. അങ്ങനെ പിറ്റേന്നുള്ള പരീക്ഷയിൽ നമ്മുടെ ഡോക്ടർ പിപ്പിലുവിനെ കോപ്പി അടിക്കാൻ സഹായിച്ചു. എന്നാൽ ഉറക്കമൊഴിഞ്ഞ് പഠിച്ചതുകൊണ്ട് ലൂസി പരീക്ഷയ്ക്കിടയിൽ ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ലൂസിക്ക് ഇത്തവണ മാർക്കും കുറഞ്ഞു, പിപ്പിലുവിന് നല്ല മാർക്കും കിട്ടി. ലൂസിക്ക് വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടുമ്പോൾ പിപ്പിലുവിനെ കൊണ്ട് വീണ്ടും ടീച്ചർ പരീക്ഷ എഴുതിപ്പിച്ചെങ്കിലും ഡോക്ടറുടെ സഹായം കൊണ്ട് അവൻ വീണ്ടും നല്ല രീതിയിൽ പരീക്ഷ എഴുതി. ഇപ്പോൾ ലൂസിയുടെ സ്ഥാനത്ത് പഠിക്കുന്ന കുട്ടി പിപ്പിലുവാണ്. ലൂസി ഇപ്പോൾ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ബാക്ക് ബെഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്.
വിഷമിച്ചിരിക്കുന്ന അവളുടെ അടുത്തേക്ക് ഷിമായു എന്ന് പേരുള്ള ഒരു കുട്ടി വന്ന് ഒരു പരീക്ഷയല്ലേ, അതൊക്കെ പോട്ടെന്നെ, നമുക്ക് നെക്സ്റ്റ് പരീക്ഷയിൽ അടിച്ചു പൊളിക്കാം എന്ന് പറഞ്ഞ അവളെ സമാധാനിപ്പിച്ച് ഷിമായു വരച്ച ഒരു പടം ലൂസിക്ക് സമ്മാനമായി കൊടുത്തു. അവള് ട്രോഫി പിടിച്ചു നിൽക്കുന്ന ഈ പടം കണ്ട ആർട്ടിസ്റ്റ് ഈ കുട്ടി നന്നായി വരയ്ക്കുന്നുണ്ടല്ലോ, ഇവള് മത്സരത്തിലൊക്കെ വിജയിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ലൂസി പറഞ്ഞു, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കൂ. ഷിമായു അത്രയ്ക്കധികം പഠിക്കാത്തത് കൊണ്ട് അവളുടെ പെയിന്റും കാര്യങ്ങളും ഒക്കെ ടീച്ചർ വാങ്ങി വെച്ചിരിക്കുവാണെന്ന്. ആ കുട്ടിയെ സഹായിക്കാനായി പിറ്റേന്ന് നമ്മുടെ കുഞ്ഞു മനുഷ്യര് ടീച്ചറുടെ സ്റ്റാഫ് റൂമിൽ പോയിട്ട് ആ പെയിന്റും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ ലൂസിയുടെ കയ്യിൽ കൊടുക്കുവാണ്. ലൂസി അത് കൊണ്ടുപോയിട്ട് ഷിമായുവിനും കൊടുത്തു. എന്നിട്ട് ആ കുട്ടി മനുഷ്യരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആരും അറിയാതെ ഷിമായു ഒരുപാട് പടങ്ങൾ വരച്ചു. എന്നാൽ അവളെ മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പ്രിൻസിപ്പല് പറയുവാണ്. അതൊന്നും നോക്കാതെ അവൾ വരച്ച അതിമനോഹരമായ ഒരു ചിത്രം അവിടെ വന്ന ജഡ്ജസിന്റെ മുൻപിൽ നമ്മുടെ ലൂസി കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കുവാണ്. അത് കണ്ടതും ആ ജഡ്ജസ് ആ ഒരു പിക്ചറിന് തന്നെ സമ്മാനം കൊടുത്തു. പക്ഷേ സ്കൂളിന്റെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിച്ചതിന് ലൂസിക്ക് പ്രിൻസിപ്പല് പണിഷ്മെന്റ് കൊടുത്തു, സ്കൂൾ മുഴുവൻ അടിച്ചു വരണമെന്ന്. എന്നാൽ ലൂസിയുടെ കൂടെ പഠിക്കാത്ത ഒരുപാട് പിള്ളേരും സഹായത്തിന് എത്തുകയാണ്. അങ്ങനെ കുഞ്ഞു മനുഷ്യരും ലൂസിയും ചേർന്ന് ഒരു കാര്യം തീരുമാനിച്ചു. പഠിക്കാത്ത എല്ലാവരെയും പഠിപ്പിക്കാനായിട്ട് ഇവരൊന്നിച്ച് ഒരു ടീം വർക്ക് പോലെ പ്രവർത്തിക്കാമെന്ന്. അങ്ങനെ ഈ കുഞ്ഞു മനുഷ്യരെ സ്കൂളിലുള്ള എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നമ്മുടെ ലൂസി. അടുത്ത പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാനുള്ള മാർഗമൊക്കെയാണ് അവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഈ പരീക്ഷയ്ക്ക് ഇവർ നന്നായി എഴുതി നല്ല മാർക്കോട് കൂടി വിജയിച്ചെങ്കിലും ടീച്ചർക്ക് എന്തോ ഒരു അപാകത തോന്നുകയാണ്. പോരാത്തതിന് ഗോണ്ടു ആണെങ്കിൽ ആ പരീക്ഷാ ഹാളിൽ നിന്ന് കുറച്ച് കോപ്പി ഷീറ്റുകളൊക്കെ കണ്ടെടുത്തിരുന്നു. അതുകൊണ്ടുപോയിട്ട് ആ പെണ്ണ് നേരെ ടീച്ചറുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഒരു പാര പെണ്ണല്ലേ. അങ്ങനെ ടീച്ചർ ഇവരോട് ഇതൊക്കെ ആരാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ളവരെ ആരെയും വഴക്ക് കേൾപ്പിക്കാതിരിക്കാൻ ലൂസി അതൊക്കെ എന്റെ കാരണം കൊണ്ടാണെന്ന് പറയുന്നു. പ്രിൻസിപ്പൽ ലൂസിയോട് അച്ഛനെയും അമ്മയെയും കൂട്ടി വരാനായി പറയുകയാണ്. അച്ഛനും അമ്മയും അവിടെ വന്ന് കാര്യം അന്വേഷിക്കുമ്പോൾ ലൂസി പറഞ്ഞു, ഇവിടെ എല്ലാവരും പഠിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാണല്ലോ എല്ലാവരെയും വഴക്ക് പറയുന്നത്, വേറെ കഴിവുകളൊക്കെ ഇല്ലേ എന്ന്. ഇത് കേട്ട് പ്രിൻസിപ്പള് ഈ കുട്ടിയെ ഇവിടെ നിന്ന് പുറത്താക്കുവാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞ് പ്രിൻസിപ്പൽ നമ്മുടെ ലൂസിക്ക് ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ്. അന്ന് രാത്രിയില് ലൂസിയോട് കുഞ്ഞു മനുഷ്യര് നമുക്ക് ബാക്കിയുള്ളവരെ സഹായിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഓൾറെഡി പ്രാന്തെടുത്തിരിക്കുന്ന നമ്മുടെ ലൂസി, നിങ്ങൾ വരുന്നതിന് മുൻപ് ഞാൻ നന്നായി പഠിക്കുമായിരുന്നു, നിങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്നത് തൊട്ട് എനിക്ക് കഷ്ടകാലവാ എന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ആകെ വിഷമമായിട്ട് അവളോട് കൂടി പറയാതെ ഇറങ്ങിപ്പോയി. ഇത് കണ്ട പിപ്പിലു അവർക്കായിട്ട് മറ്റൊരു വീട് വെച്ച് അവിടെ അവരെ താമസിപ്പിക്കുവാണ്. അങ്ങനെ പിപ്പിലുവിനോട് കൂടി ആലോചിച്ച് പഠിക്കാത്ത പിള്ളേരെ പരീക്ഷയ്ക്ക് സഹായിക്കാനായിട്ട് ഇവര് വീണ്ടും സ്റ്റഡിയിങ്ങും അതുപോലെ ഒരു ടീം വർക്ക് പോലെ ഗ്രൂപ്പ് സ്റ്റഡിയൊക്കെ തുടങ്ങുവാണ്. പരീക്ഷയുടെ ദിവസത്തിന്റെ അന്ന് രാവിലെ ഗോണ്ടു ഈ കുഞ്ഞു മനുഷ്യരെ കണ്ട് ഒരു ചില്ല് ഭരണിയിലാക്കുകയാണ്. പിപ്പിലു ഇക്കാര്യം ലൂസിയോട് വന്ന് പറഞ്ഞു അവരെ കാണുന്നില്ല എന്ന്. എന്നാൽ ലൂസി ആണെങ്കിൽ ഇന്ന് പരീക്ഷയല്ലേ, നീ അതിനൊന്നും നടക്കാതെ പെട്ടെന്ന് പരീക്ഷ എഴുതാൻ നോക്കെന്ന് പറയുന്നു. ഗോണ്ടു സ്റ്റോർ റൂമിൽ ഈ ചില്ല് കുപ്പി കൊണ്ടുവച്ചിട്ട് പരീക്ഷയ്ക്ക് വരികയാണ്. എന്നാൽ സ്റ്റോർ റൂമിൽ നിന്ന് എലി ഇവരെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ലൂസി പെട്ടെന്ന് കുഞ്ഞു മനുഷ്യരുടെ കാര്യം ഓർത്ത് എനിക്ക് പരീക്ഷ എഴുതണ്ട, ഞാൻ പുറത്തോട്ട് പോകുവാണെന്ന് പറയുമ്പോൾ ടീച്ചർ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുന്നുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യാതെ കുഞ്ഞു മനുഷ്യരെ അന്വേഷിച്ച് ലൂസി സ്കൂൾ മുഴുവൻ നടക്കുന്നു. അപ്പോഴാണ് ആ ചില്ല് പാത്രം വീണു പൊട്ടുന്നത് കേട്ട് അവള് സ്റ്റോർ റൂമിൽ പോകുന്നത്. അവിടെ കണ്ട് ഇവരെ അവള് രക്ഷിച്ച് അവരോട് സോറിയൊക്കെ പറയുകയാണ്. അവരോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. പരീക്ഷ കഴിഞ്ഞ ഗോണ്ടു വന്ന് നോക്കുമ്പോൾ കുഞ്ഞു മനുഷ്യരെ കാണുന്നില്ല. അവളെ ലൈറ്റ് ഓൺ ആക്കി നോക്കി. അവിടെ ഷോർട്ട് സർക്യൂട്ട് വന്ന് ഈ സ്റ്റോർ റൂം കത്തിപ്പിടിച്ചു. സ്കൂളിനും തീ പടരുകയാണ്. അധ്യാപകർ കുട്ടികളെ പുറത്തേക്കാക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. മെയിൻ എൻട്രൻസ് വഴി കുറെ പേര് പുറത്തെത്തി. എന്നാൽ പെട്ടെന്ന് അവിടെയും തീ പിടിച്ചത് കൊണ്ട് കുറച്ചു കുട്ടികള്, നമ്മുടെ ലൂസി അടക്കം കുറച്ചു കുട്ടികള് റൂഫ് ടോപ്പിന്റെ മുകളിലേക്ക് ഓടുകയാണ്. പരിക്ക് പറ്റിക്കിടക്കുന്ന ഗോണ്ടുവിനെയും ലൂസി രക്ഷിക്കുന്നുണ്ട്. പുറത്തെത്തിയ നമ്മുടെ പിപ്പിലു അവന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഈ കുഞ്ഞു മനുഷ്യരെ കൊണ്ട് ഈ കുട്ടികൾക്ക് താഴെ ഇറങ്ങാനായി കയർ അവിടേക്ക് എത്തിച്ചു കൊടുത്തു. എന്നാൽ ലൂസി ഇറങ്ങുന്ന സമയത്തേക്ക് ഈ കയറിന് തീ പിടിക്കുകയാണ്. കയറ് പൊട്ടാതിരിക്കാനായി ലെഫ്റ്റനന്റ് ആ ഒരു പൊട്ടിയ ഭാഗത്ത് അള്ളിപ്പിടിച്ചു കിടന്നു. അന്നേരം അവിടെയുള്ള എല്ലാവരും ഈ കുഞ്ഞു മനുഷ്യരെ കാണുകയാണ്.
അപകടത്തിൽ നിന്ന് ആർക്കും പരിക്ക് പറ്റിയില്ലെങ്കിലും നമ്മുടെ ലഫ്റ്റനന്റ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് RH നെഗറ്റീവ് ആയിരുന്നു. ഇവരുടെ ടീച്ചർ ആ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് നമ്മുടെ ലഫ്റ്റനന്റിന് ഇപ്പൊ ബോധം വന്നിരിക്കുന്നു. ഇവിടെ നമ്മുടെ ലൂസിയുടെയും പിപ്പിലുവിന്റെയും അച്ഛനും അമ്മയ്ക്കും ഒരു കാര്യം മനസ്സിലായി. കുട്ടികളെ എപ്പോഴും പഠിക്കണം എന്ന് പറഞ്ഞല്ല വളർത്തേണ്ടതെന്ന്. അന്നത്തെ ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ പുരസ്കാരം നമ്മുടെ ലൂസിക്കാണ് ലഭിക്കുന്നത്. പഠനത്തിന്റെ പേരിൽ മാത്രം ആരെയും അളക്കരുത് എന്ന് അവൾ ആ വേദിയിൽ വെച്ച് പറയുന്നു. ശേഷം ഈ കുഞ്ഞു മനുഷ്യര് അവരുടെ ലോകം എവിടെയാണോ അത് കണ്ടെത്തിയിട്ട് പിപ്പിലുവിന്റെ ഹെലികോപ്റ്ററിൽ അവിടേക്ക് പോവുകയാണ്. പോകുന്നതിനു മുൻപായി ആർട്ടിസ്റ്റ് നമ്മുടെ ലൂസിക്ക് ഒരു സമ്മാനം കൊടുത്തു. അവൾ ഒരു ട്രോഫി പിടിച്ചു നിൽക്കുന്നു. അവളുടെ കൂടെ ഈ കുഞ്ഞു മനുഷ്യർ നിൽക്കുന്നു. ആ ഒരു ചിത്രം കണ്ട് ലൂസി അവരോട് നന്ദി പറഞ്ഞ് അവർ പോകുന്നതും നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് 2021 റിലീസായ ലിറ്റിൽ കാൻഡ് മാൻ എന്ന ഈ ഒരു അടിപൊളി സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയിലെ മെസ്സേജും നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളിൽ പലരും അഭിമുഖീകരിച്ചിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും അത്. പഠിക്കുന്ന കുട്ടികളെ കുറെയൊക്കെ എല്ലാവരും വളരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും. എന്നാൽ പഠിക്കാത്ത കുട്ടികളാണെങ്കിലും അവർക്ക് മറ്റു ചില കഴിവുകൾ ഉണ്ടായിരിക്കും. പലരും അത് കാണാതെ മുഴുവൻ പഠനത്തിലേക്ക്, ഇപ്പോൾ ഒരാള് പടം വരയ്ക്കും അല്ലെങ്കിൽ പാട്ട് പാടും, അവർ അതിൽ നല്ല രീതിയിൽ നല്ല സ്റ്റാറുകളായിരിക്കും. പക്ഷേ നമ്മളോട് പാട്ടൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ പഠിക്കുക കൂടി വേണം, അങ്ങനെ ഒരു ഡയലോഗ് വരും. അപ്പോൾ ഈ പഠനം എന്നുള്ളതൊരു കഴിവാണ്. അതുപോലെ തന്നെ വേറെയും കഴിവുകളുണ്ട്. ഈ പഠിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ ഈ പാട്ട് പാടുന്ന പോലെയോ അല്ലെങ്കിൽ പടം വരയ്ക്കുന്നവരെ പോലെയോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവായിരിക്കും. എന്നാൽ ഈ പഠിക്കുന്ന കഴിവിനോടൊപ്പം അതുപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ സൂക്ഷിക്കുക, ഓർമ്മശക്തി, ആ ഒരു കഴിവ് പോലെ തന്നെയാണ് ബാക്കിയുള്ളതും. എന്നാൽ അതുപോലെ ഇതിനെ അംഗീകരിക്കാനായിട്ട് സമൂഹത്തിലുള്ളവർക്ക് ഒരു ചെറിയൊരു എന്തോ ഒരു സംഭവമാണ്, എന്തോ പറ്റുന്നില്ല അവർക്ക്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും. പലർക്കും പല കഴിവുകളും ഉണ്ട്. അപ്പോൾ അവരുടെ കഴിവുകളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അല്ലാതെ ഈ കഴിവുകളെ താഴ്ത്തി കെട്ടിയിട്ട് നിങ്ങൾക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഇതിൽ കുറച്ചുകൂടെ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടിയെ അത്രയ്ക്ക് അങ്ങ് പൊക്കി പിടിച്ച് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആദ്യമൊക്കെ കുറേയൊക്കെ മുമ്പ് ആൾക്കാർ അങ്ങനെ തന്നെ ആയിരുന്നു. ഈ കലോത്സവത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പാരന്റ്സിന് ഭയങ്കരമായിട്ട് അയ്യോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചു പഠിക്കില്ല, അങ്ങനെയൊക്കെ ഒരു തിങ്കിങ് ആയിരുന്നു. പക്ഷെ ഒരു 10 കൊല്ലത്തിന്റെ ഗ്യാപ്പിൽ അതൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് അങ്ങനെയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭൂലോകമായിട്ട് എന്തോ ഒരു തെറ്റാണ്. അപ്പോൾ പിന്നെ നമ്മുടെ സയന്റിസ്റ്റുകളുടെ കാര്യമൊക്കെ പറയാം അല്ലേ? ഈ തോമസ് ആൽവ എഡിസൺ ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടാണോ ഇത്രയ്ക്ക് വലിയ സയന്റിസ്റ്റ് ആയത് എന്നൊക്കെ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം. അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ പാരന്റ്സിനെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ പഠിക്കണം എന്ന് വെച്ച് നമ്മൾ ഒട്ടും പഠിക്കാതിരിക്കരുത്. നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയണം. എന്ത് തരം കഴിവുകൾ ഉണ്ടെങ്കിലും എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയത് തന്നെയാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള നോളജ് നേടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ വികസിപ്പിക്കുന്നതും അതുപോലെ ഇല്ലാത്തൊരു കഴിവിനെ ഉണ്ടാക്കിയെടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈ ഉണ്ടാക്കിയെടുത്ത കഴിവ് ഒരു ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കില്ല. നമ്മുടെ ഉള്ളിലുള്ള കഴിവാണ് നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. സോ നിങ്ങൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ കഴിവ് എന്താണോ അത് നമ്മൾ തിരിച്ചറിയണം. വലുതാവുമ്പോഴേക്ക് അത് വികസിപ്പിക്കണം. എന്നാൽ മാത്രമാണ് ആ കഴിവിനെ കൊണ്ട് അതുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇല്ലാത്തൊരു കഴിവിന്റെ പിന്നാലെ പോവാനോ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനോ ആയിട്ട് ശ്രമിക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള പല കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് കണ്ടെത്തി അതിന് മോടി പിടിപ്പിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. എന്ന് വെച്ച് എഴുതാനും വായിക്കാനും അറിയണം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇന്നത്തെ ഈ ഒരു മൂവി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു മൂവിയുടെ മെസ്സേജ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മളെല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കും ഇത്. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ഒരു വെല്ലുവിളി നേരിടുന്നവരാണെങ്കിൽ ജസ്റ്റ് നമ്മളോടൊന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഇനിയും തുടർന്ന് കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ദയവായി
ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കല്ല കേട്ടോ. നിങ്ങളുടെ ലൈക്കുകളുടെ കൗണ്ട് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ കമൻസ് എഴുതുന്ന കാര്യവും നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. നമ്മുടെ വീഡിയോസിൽ പോരായ്മകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ആരും തന്നെ പക്ക പെർഫെക്റ്റ് അല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയ തെറ്റുകുറ്റങ്ങൾ എന്തൊക്കെയാണോ അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ തന്നെ ക്ലിയർ ചെയ്ത് നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇത്രത്തോളം എത്തിയതിൻ്റെ പിന്നിൽ ഉള്ള രഹസ്യം അത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അത് തുടർന്നും വേണമെന്ന് നമ്മൾ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.